എല്ലാവർക്കും ജീവിതത്തിൽ കാണാതറിയാവുന്ന ഒറ്റയൊരു വേദഭാഗമാണ് 23-ാം സങ്കീർത്തനം. അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇതിൽ എന്തെങ്കിലും അബാധകളൊക്കെ ഉണ്ടെങ്കിൽ അഭിവന്ദി പിതാവ് തിരുമനസ്സുകൊണ്ട് ക്ഷമിക്കണം, ഇറങ്ങിക്കഴിഞ്ഞ് എന്നോട് എന്തെങ്കിലും പറയാമോ എന്നുള്ള കാര്യവും ആദ്യമേ ഓർപ്പിക്കട്ടെ. 23-ാം സങ്കീർത്തനം 2-ാം വാക്യം. 1-ാം വാക്യം വളരെ സുപരിചിതമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. അടുത്ത വാചകമാണ് ഇന്നത്തെ രാത്രിയുടെ ചിന്ത. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. He make me to lie down in the green pastures. He leads me beside still waters. നിശ്ചലമായ ജലത്തിൻ്റെ അരികിലേക്ക് എൻ്റെ ഇടയൻ എന്നെ നടത്തുന്നു. ഒരു സദസ്സിൽ വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു ഗായകൻ 23-ാം സങ്കീർത്തനം ഭംഗിയായി പാടി. അവിടെ ഇരുന്ന് ജനമെല്ലാം ഉറക്ക കൈയടിച്ചു. അവരുടെ സന്തോഷം എന്തെന്നില്ലാതെ ഉച്ചത്തിൽ പൊങ്ങി. ഗായകനെ അവരെല്ലാം അഭിനന്ദിച്ചു. തൊട്ടുപുറകെ വൃദ്ധനായ ഒരു സന്യാസ പുരോഹിതൻ ഇടറിയ ശബ്ദത്തിൽ 23-ാം സങ്കീർത്തനം ചൊല്ലി. ഇരുന്ന ജനമെല്ലാം നിശബ്ദമായി അത് കേട്ടുകൊണ്ടിരുന്നു. ഗായകൻ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം. ഈ വൃദ്ധ പുരോഹിതന് ആ സങ്കീർത്തനം അവതരിപ്പിക്കുന്ന ഇടയനെയും അറിയാം. ഇടയനെ കുറിച്ച് ഇത്രമേൽ ബോധ്യമുള്ള ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദിൻ്റെതാണ് ഈ സങ്കീർത്തനമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചരിത്ര പശ്ചാത്തലവും ഭൂമി പശ്ചാത്തലവും ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ്. ഇസ്രായേൽ എന്ന ദേശത്തിൻ്റെ ഭൂമി സംബന്ധമായിട്ടുള്ള കിടപ്പും നടപ്പും കാലാവസ്ഥയും ഒക്കെ ചിന്തിച്ചാൽ ഇങ്ങനെ ആക്ഷരികമായി ഇതിനെ മനസ്സിലാക്കുക പ്രയാസമുള്ളൊരു കാര്യമാണ്. അവിടെയാണ് ഈ വാക്യത്തിൻ്റെ പിന്നിൽ ആന്തരികമായൊരു പൊരുള് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. നിശ്ചലമായ ജലത്തിനരികിലേക്ക് ആടുകളെ നയിക്കുന്ന ഇടയന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് അനുരഞ്ജനം അവനവനോട് തന്നെ എന്ന വിഷയത്തിന് ആധാരമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എന്തിനാണ് അനക്കമില്ലാത്ത, ചലനമില്ലാത്ത, ഒഴുക്കുകളില്ലാത്ത, ഓളങ്ങളുടെ പരപ്പുകളില്ലാത്ത വെള്ളത്തിനരികത്തിലേക്ക്, നിശ്ചലമായ ജലത്തിനരികിലേക്ക് ആടുകളെ ഇടയൻ നയിക്കുന്നത്? ആ ജലത്തിൽ അവൻ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ നിശ്ചലമായ ജലത്തിനരികെ ഒരുവൻ തൻ്റെ ജീവിതത്തെ കൃത്യമാവണ്ണം കണ്ടെത്തുന്ന ഇടമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ഇടയനോട് ചേർന്ന് കണ്ടെത്തുകയും തിരുത്തുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നാണ് ദാവീദ് ഭംഗിയാവണ്ണം ഈ സങ്കീർത്തനത്തിലൂടെ പറയുന്നത്. ജീവിതത്തിൽ ഒരു വശത്ത് സ്വന്തം രക്തത്തിൽ പിറന്നവനും ശത്രു സൈന്യമായ ഒരു വലിയ പടയും അപ്പുറം നിൽക്കുമ്പം ഏകനായി ദൈവത്തെ മാത്രം അഭിമുഖീകരിച്ചിരിക്കുന്ന ദാവീദ് പറയുകയാണ്, യഹോവ എന്ന ഇടയൻ എന്നെ നടത്തുന്നു, അവൻ എന്നെ സ്വസ്ഥതയുള്ള പുൽത്തകിടികളിൽ കിടത്തുന്നു, അനക്കമില്ലാത്ത വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ടതിന്. അത് മനുഷ്യരോടുള്ള ബന്ധത്തിലല്ല പറയുന്നത്, മറിച്ച് അവനവൻ തന്നെ കണ്ടെത്തേണ്ടുന്ന വലിയൊരു ധ്യാന വിഷയമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ബുദ്ധിപരമായി മാത്രം വേദപുസ്തകം വായിക്കുന്നവർക്ക് ഈ ഒരു ചിന്ത ചിലപ്പോൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായി വന്നു വരും. നമുക്കറിയാം, നാർസിസത്തെക്കുറിച്ച് പഠിക്കുമ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് ഇങ്ങനെയാണ്. ഒരു എഴുത്തുകാരൻ ഒരു മിത്തിക്കലായിട്ടൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തിയതാ. നാർസിസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും ഒരു നിശ്ചലമായ വെള്ളത്തിൻ്റെ അരികെ പോയി അവിടെ ഇരിക്കും. അവൻ എന്നും തൻ്റെ പ്രതിബിംബം തന്നെയാണ് ആ വെള്ളത്തിൽ കാണുന്നത്. ഏകനായ ചെറുപ്പക്കാരൻ എന്നും ഈ സുന്ദരമായ മുഖം കണ്ട് അതിനോട് ഒരു ആത്മാരാധന തോന്നി ഒടുവിൽ ആ വെള്ളത്തിൽ വീണു മരിച്ചു എന്നാണ് കഥ. എന്നാൽ ഇവിടെ ആത്മാരാധനയ്ക്ക് വേണ്ടിയിട്ടല്ല സ്വസ്ഥമായ വെള്ളത്തിനരികിലേക്ക് യഹോവ എന്ന ഇടയൻ നടത്തുന്നത്, മറിച്ച് എൻ്റെ ജീവിതത്തെ ഇടയനോട് ചേർന്ന് നിന്ന് പരിശോധിക്കേണ്ടതിനാണ്. അതുകൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ അവനവനോട് തന്നെയുള്ള അനുരഞ്ജനത്തിന് 3 കാര്യങ്ങളെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് 1 മണിക്കൂറിൽ തന്നെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഇന്ന് ഈ പ്രസംഗം കേട്ടിട്ട് രാത്രിയിൽ നിങ്ങൾ ചെന്നിട്ട്
ഇത് കൃത്യമാവണ്ണം ഓർത്തെടുക്കണം. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ആ പോയിന്റുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. 1, ഞാൻ മരിക്കണം. 2, ഞാൻ മറക്കണം. 3, ഞാൻ മറയ്ക്കണം. എൻ്റെ ഇടയനോട് ചേർന്ന് ഈ വെള്ളത്തിനരികെ നിൽക്കുമ്പം എൻ്റെ ആത്മാവിനെ നഗ്നമാക്കി ദൈവമുമ്പാകെ ഞാൻ എൻ്റെ ജീവിതത്തെ പരിശോധിച്ചിട്ട് ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങളെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യത്തെ ഭാഗം നാം ചിന്തിക്കുന്നത് ഞാൻ മരിക്കണം. ഇയാൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നല്ലൊരു പ്രസംഗവേദി വന്നിട്ട് ആദ്യം പറയുകയാണ് ചാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമുക്കൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുണ്ട്, മതങ്ങളുണ്ട്, നേതൃത്വമുണ്ട്, ഭരണാധികാരികളുണ്ട്, എല്ലാ വ്യവസ്ഥകളും കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും മനുഷ്യൻ ആത്മാർത്ഥത എന്ന സംഗതി ഇടുവാൻ മറന്നുപോകുന്നു എന്നുള്ളത് വളരെ സ്പഷ്ടമായൊരു സത്യമാണ്. ഇവിടെയാണ് ഒരു പുനർനിർവചനം നമുക്ക് ആവശ്യമാകുന്നത്. പരിശുദ്ധമായ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പം നമുക്കെന്തെന്നില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ വളരുന്ന ഒരു വലിയ പാപമുണ്ട്. എന്താ? നോമ്പെടുക്കുന്ന ഓർത്തഡോക്സുകാരെ കണ്ടാൽ അറിയാം. കാരണം അവർ കഴിക്കാത്തതിൻ്റെ ക്ഷീണം മുഴുവൻ ആ മുഖത്ത് വരുത്തി വെക്കും. അവിടെ തന്നെ നോമ്പ് അവസാനിച്ചു. നോമ്പിൽ നിങ്ങൾ ഇച്ചിരി ഇറച്ചിയും മീനും കൂട്ടിയാലും വലിയ വിഷയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി ഉപേക്ഷയോടൊപ്പം ഏറ്റെടുക്കേണ്ടുന്ന സുഹൃതങ്ങളെ ഏറ്റെടുത്തില്ല എങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ ആരംഭം തന്നെ വ്യർത്ഥതയിൽ കഴിച്ചുകൂട്ടിയെന്ന് പറയേണ്ടതായിട്ട് വരും. അവിടെയാണ് ഒന്നാമത്തെ ചിന്ത വളരെ പ്രസക്തമാകുന്നത്. നീ മരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? നിശ്ചലമായ ജലത്തിൻ്റെ അരികെ ഞാൻ എന്നെ നോക്കി. എൻ്റെ ജീവിതത്തിൽ ആദ്യം കൊല്ലേണ്ടുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അഹംബോധം, ഞാൻ എന്ന ഭാവം. ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരാളെ വേദപുസ്തകം നമുക്ക് ഭംഗിയായി പരിചയപ്പെടുത്തുന്നുണ്ട്. മറ്റാരുമല്ല, ശിഷ്യന്മാരിൽ പ്രമുഖനായ ശീമോൻ പത്രോസ് തന്നെയാണ്. ശീമോൻ പത്രോസിൻ്റെ ജീവിതം ആദ്യമേ തൊട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ക്രിസ്തു വിളിച്ച നാൾ മുതൽ വലിയ ആർജവത്വത്തോടുകൂടി ചാടിപ്പുറപ്പെട്ടവനായിരുന്നു ആര്? പത്രോസ്. പ്രായത്തിൻ്റെ മൂപ്പിനേക്കാൾ ഉപരിയായി ക്രിസ്തു തന്നെ ശിഷ്യനായി ഗണിച്ചതിലുള്ള സന്തോഷം ഒരിടത്തും മറച്ചു വെക്കാതെ എല്ലാത്തിനും എരിവ് പൂണ്ട് നടന്നവനായിരുന്നു ശീമോൻ. എന്നാൽ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, ഈ ജനം എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ചിലർ ഏലിയാവെന്നും ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. യേശു തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ല. ശീമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മശിഹ ആകുന്നു. യേശുക്രിസ്തുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്, ശീമോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. പത്രോസ് പിന്നെ നിലത്തും താഴെയൊന്നും അല്ലായിരുന്നു. ഞാൻ ആരാണ്? സ്വർഗീയ വെളിപാട് ലഭിച്ച ശിഷ്യനാണ്. പത്രോസ് പിന്നെ നടന്നതൊക്കെയും 12 പേരുടെ മുൻപനായിട്ടാണ്. അവൻ പറഞ്ഞു, 11 പേരോട് പറഞ്ഞു, സീനിയോറിറ്റി ഇരിക്കാം. ഞാൻ വെറുതെക്കാരനല്ല. ഞാൻ ആരാണ്? സ്വർഗീയ വെളിപാടുകൾ ലഭിച്ച മനുഷ്യനാണ്. ഈ ഒരു അഹംബോധത്തിൽ ശീമോൻ വളരാൻ ആരംഭിക്കുന്നിടത്ത്, പത്രോസിൻ്റെ ജീവിതം ആരംഭിക്കുന്നിടത്ത് ക്രിസ്തു ഇത് ഭംഗിയാവണ്ണം തിരിച്ചറിയുന്നുണ്ട്. ഈ അഹംബോധത്തിൽ പത്രോസിൻ്റെ ജീവിതം അധിക നാൾ ഓടത്തില്ല എന്ന് ക്രിസ്തുവാകുന്ന മഹാഗുരുവിനറിയാം. അതുകൊണ്ട് തന്നെ പിന്നീടൊരു വേളയിൽ തനിക്ക് നേരിടുവാൻ പോകുന്ന വ്യഥകളെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചും ക്രിസ്തു പത്രോസിനോടും സഹശിഷ്യന്മാരോടും വ്യാഖ്യാനിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം വേദന പൂണ്ട് നിൽക്കുന്നിടത്ത് പത്രോസ് മുൻപോട്ട് വന്നു, ഞാൻ വെറുതെക്കാരനല്ല, ഞാൻ സ്വർഗീയ വെളിപാട് ലഭിച്ച ശിഷ്യനാ, ഗുരുവിനെ തിരുത്താൻ എനിക്ക് അധികാരമുണ്ട്. അവൻ മാറ്റി നിർത്തി കർത്താവിനോട് പറഞ്ഞു, നിനക്ക് ഇത് ഭവിക്കരുത്. അടുത്ത വാചകം ഇങ്ങനെയാണ്, സാത്താനെ എൻ്റെ പിന്നിലേക്ക് പോകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുള്ള മട്ടില്ല നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞങ്ങൾ പാമ്പാടിക്കാർ എത്ര തവണ കേട്ടതാണ്. ഇനി കേൾക്കാത്തതും കൂടെ പറയാം. പത്രോസിൻ്റെ ജീവിതത്തിലെ അടിത്തറ ഇളകുന്നത് ഇവിടെയാണ്. അവൻ്റെ അഹംബോധത്തിലൂന്നി
ക്രിസ്തുവിനോട് ചേരുവാൻ അവൻ ആഗ്രഹിച്ചെടുത്ത് തൻ്റെ ശിഷ്യത്വം പൂർത്തീകരിക്കുവാൻ അവന് സാധ്യമാകത്തില്ല എന്ന് മനസ്സിലാക്കുവാൻ പത്രോസിന് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം ഈ വിഷയം തന്നെയാണ്. ഞാൻ എന്നതിൽ അതിയായി അഭിരമിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെ ആയിത്തീരുന്നതിനും കാരണമുണ്ട്. കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്തയായിരുന്ന എപ്പിഫാനോസ് തിരുമേനി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അരമനയിൽ ഇങ്ങനെ ഒരു കസേരയിൽ കാല് കയറ്റി വെച്ച് കാല് തിരുമ്മിക്കൊണ്ടിരുന്നപ്പം ഒരു വെല്ലിച്ചൻ കയറി വന്നു. പിന്നെ തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി എന്നോ പറ്റി? അപ്പം തിരുമേനി പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ഈ കഴിഞ്ഞ ആഴ്ച കുറച്ച് മീറ്റിങ്ങുകളിൽ സംബന്ധിക്കേണ്ടി വന്നു. എല്ലാ അവന്മാരും കൂടെ സ്വാഗതത്തിൽ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് എൻ്റെ കാലിപ്പം നമ്മുടെ തിരുമേനിമാരെ പറ്റിയും വൈദികരെ പറ്റിയും ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ട്. ഞാൻ പറയും, ഈ തൃപ്പാദങ്ങൾ ഇത്രമേൽ മുത്തിയത് കൊണ്ടാണ് ഇവരും ഇങ്ങനെ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹവും ഇങ്ങനെ മാറ്റപ്പെട്ടു പോയത്. അതുകൊണ്ട് തൃപ്പാദങ്ങളുടെ മുത്ത് നിർത്താം. എല്ലാവരും ദൈവസന്നിധി വന്നിട്ട് പറയണം, ഞാൻ എൻ്റെ ആത്മാവിനെ നഗ്നമാക്കും. ആദ്യം മരിക്കേണ്ടത് എൻ്റെ അഹംബോധമാണെന്ന ബോധം. ഇല്ല എങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള എൻ്റെ പോക്കിന് പൂർണ്ണത സിദ്ധിക്കുവാൻ എനിക്ക് സാധ്യമാകത്തില്ല. അവിടെ ഒരു മാറ്റം സിദ്ധിച്ചെടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. പത്രോസിന്റെ ജീവിതത്തിലെ പരാജയം എവിടെയായിരുന്നു? സ്വർഗീയ വെളിപാടുകളുടെ അഹന്തയിൽ അവൻ ജീവിതം മുന്നോട്ട് നടിച്ചപ്പം ക്രിസ്തു പറഞ്ഞ പൊരുളുകളെ ഏറ്റെടുക്കുവാൻ അവന് സാധ്യമായില്ല. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും ഓടിയെന്ന് വേദപുസ്തകം കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ ഉദ്ധാനശേഷം ഈ ശിഷ്യനെ ക്രിസ്തു വീണ്ടെടുക്കുന്ന രംഗം അതിനേക്കാൾ ഭംഗിയുള്ളതായിട്ട് യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. എത്ര സ്നേഹവാനായ ഒരു ദൈവമാണ്! ദൈവം നമ്മുടെ മിടുക്കുകളോ നമ്മുടെ സാമർഥ്യങ്ങളോ കണ്ടിട്ട് നമ്മളെ തിരഞ്ഞെടുക്കുന്നവനല്ല. നമ്മുടെ എല്ലാ കുറവുകളെയും കണ്ട് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് നമ്മളെ പൂർണ്ണതപ്പെടുത്തുന്നവനാണ് ആര്? ദൈവം. നമ്മുടെ ധാരണ എൻ്റെ പൊക്കമോ എൻ്റെ വണ്ണമോ എൻ്റെ സൗന്ദര്യമോ കൊണ്ട് ഞാനിത് നേടിയെടുക്കുമെന്ന് ആഗ്രഹിച്ചാൽ ഒരു നല്ല പനി വന്നാൽ മതി നമ്മളെല്ലാവരും കിടന്നു പോകാൻ. ബലഹീനനായി ദൈവസന്നിധി വന്ന ദൈവം നമ്മെ ബലപ്പെടുത്തുമെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിൻ്റെ മരണത്തിനപ്പുറം ഇനി പ്രതീക്ഷകൾ ഏതുമില്ല എന്ന് ശിഷ്യത്വത്തിൻ്റെ വീഴ്ചയിൽ നിന്ന് ചിന്തിച്ചെടുത്ത് സഹശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പഴയ ജീവിതത്തിലേക്ക് നടന്നുപോയി. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, രാവെളുക്കുവോളം അവർ അധ്വാനിച്ചു, രാവെളുക്കുവോളം അവർ വലകൾ വീശി, കടലറിയാവുന്ന, തിരയറിയാവുന്ന, കാറ്റിൻ്റെ ഗതി അറിയാവുന്ന, മത്സ്യത്തിൻ്റെ വരവറിയാവുന്ന ഇത്രയും പ്രഗത്ഭരായ മുക്കുവന്മാർ രാവെളുക്കുവോളം അധ്വാനിച്ചിട്ടും നമ്മുടെ കോട്ടയം ഭാഷയെ പറഞ്ഞ ഒരു പൂഞ്ഞാനെ പോലും ഒരു പൂഞ്ഞാനെ പോലും രാത്രി വെളുക്കുവോളം അധ്വാനിച്ചിട്ടും കിട്ടിയില്ല. അവിടെ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, ക്രിസ്തു കടലിനരികെ തീക്കനൽ കൂട്ടി ഇവരെ കാത്തു നിന്നു. എന്നിട്ട് ശിഷ്യന്മാരിത് കാണുമ്പം പത്രോസ് ഈ കർത്താവിനെ, ഗുരുവിനെ തിരിച്ചറിഞ്ഞിട്ട് താൻ നഗ്നനായതുകൊണ്ട് ഒരു വസ്ത്രമരയിൽ ചുറ്റി എടുത്തു ചാടി ഗുരുവിൻ്റെ അടുക്കിലേക്ക് വരും. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇടറുകയില്ല എന്ന അഹംബോധത്തിൽ വേരൂന്നി പറഞ്ഞ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത് ശത്രുക്കളുടെ തീ കാഞ്ഞുകൊണ്ടിരുന്ന ഒരു രംഗത്തിലാണ്. അവിടെ ഇരുന്ന ശത്രുക്കളൊക്കെയും ചോദിച്ചു, നീ ഈ നസ്രയൻ്റെ കൂടെയുള്ളവനല്ലേ? തീയുടെ ചൂടിനരികെ ഇരുന്ന പത്രോസ് ഒരു വിഘ്നവും ഒരു ലജ്ജയും കൂടാതെ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല, ഞാൻ ഇടറുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും തള്ളിപ്പറയുകയില്ല എന്ന് ദൈവസന്നിധി പറഞ്ഞ ഈ പത്രോസിനെ വീണ്ടെടുക്കാൻ ദൈവം തമ്പുരാൻ കടലിനരികെ ഒരു തീക്കനൽ കൂട്ടി. എന്തിനാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്? നിങ്ങൾ ചിലപ്പോൾ പാമ്പാടിക്കാർ പറയും, ഈ അച്ഛനെ എപ്പോൾ വിളിച്ചാലും കഷ്ടതയെക്കുറിച്ച്, ഇയാൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇയാൾ കഷ്ടതയെക്കുറിച്ച് മാത്രം എനിക്കത് പറയാനേ അറിയത്തുള്ളൂ. കാരണം എന്താ? ക്രിസ്തു ജീവിതത്തിൽ ഇടപെടുന്നത് ഗോഡ് എൻഡേഴ്സ് ത്രൂ എ ബ്രീച്ച് എന്ന് പറയും. മുറിപ്പാടുകളിലൂടെ കടന്നു വരുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെയുള്ള പിതാക്കന്മാർ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയും വളരെ ശ്രേഷ്ഠമാണ്.
ഇവിടെ ഒരിക്കലും നിങ്ങളുടെ വേദനകളെ പൂർണ്ണമായി തികച്ചു മാറ്റണമെന്നല്ല പറയുന്നത്, മറിച്ച് ഇവിടുത്തെ പ്രാർത്ഥന വ്യത്യസ്തമാണ്. ഇവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞങ്ങളുടെ കണ്ണിന് കണ്ണുനീരിനെയും കൺപോളകൾക്ക് നനവിനെയും തരണം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? അവിടെയാണ് പത്രോസിന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു വരുന്നത് വീണ്ടും ഒരു തീക്കനലുമായിട്ടാ. അവന്റെ ജീവിതത്തിനരികെ ഒരു തീക്കനൽ കൂട്ടിയിട്ട് ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വേദപുസ്തകത്തിൽ സത്യം പറഞ്ഞാൽ കണ്ണുനീരണിയേണ്ടുന്ന ഒരു വേദഭാഗമാണത്. ഗുരു തൻ്റെ ശിഷ്യനെ നേടാൻ അവൻ്റെ പുറകെ വന്നിട്ട് ആ തീക്കനലിൻ്റെ അരികെ ക്രിസ്തുവും ചേർന്നിരുന്നിട്ട് ചോദിക്കുക: പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ രോഗമാകട്ടെ, അവിശ്വസ്തതയായ ജീവിത പങ്കാളിയാകട്ടെ, ചൊവ്വില്ലാത്ത മക്കളാകട്ടെ, സാമ്പത്തികമായ പ്രാരാബ്ധങ്ങളാകട്ടെ, ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധനകൾ വരുമ്പം നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി: അത് ദൈവം ജീവിതത്തിനരികെ കൂട്ടിയ ഒരു ചെറിയ തീക്കനലാ. എന്തിനു വേണ്ടിയിട്ടാ? അത് നമ്മെ ദഹിപ്പിക്കേണ്ടതിനല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഒരു ചോദ്യത്തിന് ഇവിടെ ഉത്തരം പറഞ്ഞാൽ മതി: കർത്താവേ, ഞാൻ നിന്നെ അത് ഒരു തവണ പറഞ്ഞാൽ പോരാ. അതുകൊണ്ടാണ് ചിലരൊക്കെ പരസ്യം അടിച്ച് കോട്ടയത്ത് പറയും: ഇങ്ങോട്ട് വാ, രോഗം മാറ്റിത്തരാം, ഇങ്ങോട്ട് വാ, ബോധം കെടുത്തി തരാം, ഇങ്ങോട്ട് വാ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ഒരു തവണ പറഞ്ഞാൽ പോരാ. എൻ്റെ ജീവിതത്തിൻ്റെ വ്യഥകളുടെ മധ്യത്തിൽ ഞാൻ നിൽക്കുമ്പം, എൻ്റെ ജീവിതത്തിൻ്റെ തീക്കനലിൻ്റെ അരികെ നിൽക്കുമ്പം എൻ്റെ കർത്താവിനോട് ഞാൻ പറയണം: എൻ്റെ സർവത്തെയും നശിപ്പിച്ചിട്ട്, എൻ്റെ സകല പ്രയത്നങ്ങളെ അവസാനിപ്പിച്ചിട്ട്, എൻ്റെ സർവ്വ അഹന്തതയും അവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പറയണം: കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ 3 ആവർത്തി പറഞ്ഞാൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. മാറിക്കിട്ടുമെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ പ്രതിസന്ധിയെ മറികടക്കുവാനുള്ള ഗുണവും ബലവും ദൈവം നമുക്ക് തരും. അതുകൊണ്ടാണ് ഇടറിയെന്ന് നാം പരിചയപ്പെട്ടുന്ന ഈ ശിഷ്യൻ, സ്വന്തം നാവ് കൊണ്ട് ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇടറിപ്പോയ ഈ ശിഷ്യൻ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിട്ട് ആ ശിഷ്യനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി മനോഹരമായൊരു സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അവിടെ അതൊരു പ്രത്യേക ദിവസമായിട്ട് സഭ കൊണ്ടാടുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പോയ പത്രോസും യോഹന്നാനും ദേവാലയ വാതിക്കലിരിക്കുന്ന ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അവൻ ചോദിച്ചത് ഭിക്ഷയാ. പത്രോസ് എന്ന് പറയുന്ന സ്വയത്തിൽ അഭിരമിച്ചിരുന്ന മനുഷ്യൻ അപ്പോസ്തല പ്രവൃത്തികളുടെ താളുകളിൽ പറയുന്ന വാചകം ഇങ്ങനെയാണ്: പൊന്നോ വെള്ളിയോ ഈ പത്രോസിന്റെ കയ്യിൽ തരാൻ, എൻ്റേതായിട്ട് നിനക്ക് തരാൻ ഒന്നുമില്ല, പക്ഷെ അതിനേക്കാൾ ഭണ്ഡാരം തുറന്നു തരാൻ എൻ്റെ കയ്യിൽ വലിയൊരു ധനമുണ്ട്. എന്താ ധനം? എൻ്റെ കർത്താവ്. ആ കർത്താവിനെ ഞാൻ നിനക്ക് തരാം. ഞാനെന്ന് പറഞ്ഞതിൽ അഭിമാനിക്കുകയും ഞാനെന്ന അഹംബോധത്തിൽ അഭിരമിക്കുകയും ചെയ്ത പത്രോസ് പറഞ്ഞു: ഇനി എൻ്റേതായിട്ട് എനിക്ക്, ആ ദിവസത്തിന് പറയുന്നത് സ്വർണ്ണവെള്ളിയാഴ്ച എന്നാ. പല പള്ളികളിലും കുർബാന പോലും വന്ന് ഇല്ല. കാരണം എന്നാ? ഇടദിവസം കുർബാന വെച്ചാൽ പള്ളിയിൽ ആൾ വരാൻ വലിയ പാടാണ്. പക്ഷെ നല്ലൊരു ദിവസമാണ് ഞാൻ വിചാരിച്ചിട്ട്. ക്രിസ്തുവിനെ കൊടുക്കുന്ന ദിവസമാണ് സ്വർണ്ണവെള്ളി. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറഞ്ഞു, സ്വച്ഛതയുള്ള വെള്ളത്തിനിരികെ ഞാൻ ചെന്ന് മറ്റാരുമല്ല ഇടയനോട് ചേർന്ന് ഞാൻ ചിന്തിച്ചു, ഈ നോമ്പിൽ മറ്റെല്ലാത്തിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി പറയണം, ഞാനെന്ന അഹന്തയെ, ഞാൻ ഇടറുകയില്ല എന്ന എൻ്റെ അഹംബോധത്തെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ഇതിനൊരു കാര്യം ചെയ്താൽ മതി, പത്രോസ് ഒടുവിൽ ചെയ്ത കാര്യം ചെയ്താൽ മതി. യജമാനനെ വിശ്വസിച്ച് എടുത്തു ചാടണം. യജമാനനെ വിശ്വസിച്ചിട്ട് എടുത്തു ചാടാൻ നമുക്ക് ഇടയാകണം. അവൻ്റെ പേരാണ് വിശ്വാസി. അതുകൊണ്ട് പിന്നീടുള്ളവരുടെ ജീവിതത്തിൻ്റെ പരിശോധന വേളകളെയൊക്കെ കണ്ടിട്ട് അപ്പോസ്തല പ്രവർത്തികളിൽ ജനം അവരെക്കുറിച്ച് പറയുന്നുണ്ട്. ശിഷ്യരെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്: അവരുടെ ധൈര്യം കാണുകയാലും പീഡ സഹിക്കുന്നതിനുള്ള സന്നദ്ധത കാണുകയാലും അവർ യേശുവിനോട് കൂടെയായിരുന്നവർ എന്ന് അറിഞ്ഞു. ശിഷ്യന്മാരെ കുറിച്ച് ജനം പറഞ്ഞ സാക്ഷ്യമാണ്: പീഡ സഹിക്കുന്നതിനുള്ള സന്നദ്ധത കാണുകയാൽ അവർ യേശുവിനോട് കൂടെയായിരുന്നവർ എന്നറിഞ്ഞു. നമ്മെക്കുറിച്ച്
മറ്റുള്ള ജനം എന്താ പറയുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ക്രൈസ്തവ ജീവിതം കണ്ടിട്ട് മറ്റുള്ള ജനത എന്താ? നമ്മുടെ ഈ നോമ്പ് ഈ സമൂഹത്തിന് എന്താണ് പ്രദാനം ചെയ്യുന്നത്? നമ്മളെല്ലാം ചാരിറ്റികൾ കൊടുക്കുന്നവരാ, തലങ്ങും വിലങ്ങും ചാരിറ്റിയാ. പക്ഷേ ഈ ചാരിറ്റിയിലൊന്നും പ്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് ദൈവം ഇത് കാണുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയം കിടക്കുക. പണ്ടൊക്കെ നല്ലൊരു കറി വെച്ചാൽ അമ്മമാർ ഒരു ചെറിയ പാത്രം എടുക്കുക. അന്ന് ചെറിയ പാത്രം ഉണ്ടായിരുന്നു. അതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇറച്ചിക്കറി എടുത്തിട്ട് പറയും, തൊട്ടടുത്ത് ആരെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്ന് അപ്പുറം കൊടുക്കാൻ പറയും. കാരണം വല്ലപ്പോഴുമേ അന്ന് നല്ലൊരു കറി വെക്കത്തുള്ളൂ. ഇപ്പം പിന്നെ എന്നും നല്ല കറി ആയതുകൊണ്ട് അപ്പുറത്തോട്ട് കൊടുക്കാനുള്ള കോപ്പയും നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ നോമ്പിൽ നിങ്ങൾ അഭ്യസിക്കേണ്ടുന്ന ഒന്നാമത്തെ പാഠം, അവനവനെ ഒരു കത്തിയെടുത്ത് കുത്തണം. എന്തിനാണ്? ഞാൻ എന്നതിൽ അതിയായി അഭിരമിക്കുകയും, ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ ചെറുപ്പക്കാരനെ പോലെ ഞാൻ എന്നെ മാത്രം അമിതമായിട്ട് സ്നേഹിക്കുകയും ചെയ്യുന്നിടത്ത് വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇത് രചിച്ച ദാവീദിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ ഏകനായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒക്കെ നേരിട്ടതിന് ശേഷം ഒരു വശത്ത് സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ യുദ്ധം ചെയ്യുന്ന അനുഭവത്തിൽ തൻ്റെ സ്നേഹിതരുമായിട്ട് മുന്നോട്ട് പോകവേ ശൗൽ ഗോത്രത്തിൽ ഗേരയുടെ മകനായ ശിമെയി വന്നിട്ട് ദാവീദിനെ പ്രാകുന്നുണ്ട്. ദാവീദ് ആരാണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, ദൈവത്തിൻ്റെ പ്രിയപുരുഷനാണ് ദാവീദ്. പക്ഷേ യാതൊരു സങ്കോചവുമില്ലാതെ ശിമെയി വന്നിട്ട് ദാവീദിനെ പ്രാകുകയാണ്. ദാവീദിനെ പ്രാകുന്നിടത്ത് ഇത് കേട്ടുനിന്ന് ദാവീദിൻ്റെ സ്നേഹിതന്മാർ പറയുന്നുണ്ട്, ഈ ചത്തനായ എൻ്റെ യജമാനനെ അപഹസിക്കുന്നു, ഇവനെ അങ്ങ് വാളുകൊണ്ട് കൊന്നുകളയട്ടെ. ഇതാണ് അഹംബോധം. മറ്റൊരാൾ നമ്മെ അപഹസിക്കുന്നിടത്ത് ചെറിയൊരു കാര്യത്തിൽ പോലും ഉലയുന്നതാണ് നമ്മുടെ ഈഗോ. അവിടെ ദാവീദ് പറയുന്നത് ജീവിതാനുഭവങ്ങളിൽ രൂപപ്പെട്ടതുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട്, എന്നെ ശപിക്കുവാൻ യഹോവ അവനെ അയച്ചിരിക്കുന്നുവെങ്കിൽ അവനെ തടയാൻ നമ്മളാരാ? അച്ഛന്മാരും ഇത് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളെ ആരെങ്കിലും പള്ളു പറയുമ്പം പിന്നീടുള്ള നമ്മുടെ അന്നത്തെ മുതൽ ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു വഴക്കൊരാളുമായിട്ടുണ്ടാക്കേണ്ടി വന്നു. അന്ന് ഞാൻ പോയി ത്രോണോസിൻ്റെ മുമ്പിൽ കമന്ന് കിടന്ന് അയക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. രാത്രിയായപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു പണി കിട്ടി. അന്ന് ഞാൻ തിരുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, ശത്രുവിനെ സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി അവനെ സ്നേഹിക്കുക. അത് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ തന്നെ കൊല്ലണം. ദാവീദ് സ്വമേധയാ കൊന്നുകൊണ്ട് പറഞ്ഞു, എന്നെ അപഹസിക്കുവാൻ ദൈവം അവനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവനെ തടയാൻ നീ ആരാ?